ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 വാക്യം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സന്നദ്ധയിലാണ് നമ്മളായിരിക്കുന്നത്. അപ്പോൾ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൽ നമ്മൾ വിശ്വാസമുള്ളവരായിരിക്കണം. നമ്മുടെ വിശ്വാസം കുറഞ്ഞിട്ടുണ്ടോ? എപ്പോഴൊക്കെയോ കുറയുന്നുണ്ടല്ലേ. അപ്പോൾ കുറയാൻ പാടില്ലെന്നുള്ളതാണ്, കൂടി വരട്ടെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധമാകുന്ന വിഷമതകളുടെ വിഷയങ്ങളിൽ നമ്മൾ ഭാരപ്പെട്ട് പോകാറുണ്ട് അല്ലേ. കുടുംബജീവിതത്തിൽ സന്തോഷമാണ്, പക്ഷേ ഇടയ്ക്ക് ചില താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ വിഷമങ്ങളുണ്ടാകും, ഹൃദയം കലങ്ങാറുണ്ട്. ബിസിനസ് നല്ലതായിട്ട് നടക്കുന്നു, പക്ഷേ ഇച്ചിരി പരാജയങ്ങൾ സംഭവിച്ചപ്പോൾ ഹൃദയം കലങ്ങി അല്ലേ. അപ്പോൾ വീട് പണി തുടങ്ങി അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്താൻ പറ്റാതെ വന്നപ്പോൾ അല്പം പ്രയാസങ്ങളുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഹൃദയം ഒന്ന് കലങ്ങി. നമ്മളെന്തൊക്കെയോ പറയുകയും പുറകെയൊക്കെ ചെയ്തു അല്ലേ. സ്തോത്രം. നമ്മുടെ ഹൃദയം കലങ്ങി പോകരുത് എന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ ഈ ഭൂമിയിൽ നമ്മളെ സ്നേഹിപ്പാൻ ആരുമില്ല, എനിക്ക് ആരുമില്ല, എന്നെ കരുതാൻ ആരുമില്ല, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല. നമ്മുടെ ഹൃദയം കലങ്ങരുത്. കർത്താവ് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ നിൻ്റെ അടുക്കലുണ്ട്, ഞാൻ നിൻ്റെ എപ്പോഴും നിന്നെ സഹായിപ്പാൻ കൂടെയുണ്ട്. നിൻ്റെ കണ്ണുനീരൊപ്പുവാൻ, നിൻ്റെ വേദന അറിയുവാൻ, നിൻ്റെ ഹൃദയത്തിൻ്റെ താളങ്ങൾ അറിയുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. ഒറ്റയ്ക്കല്ല കേട്ടോ, യേശു ഉണ്ട് കൂടെ. ഇനി ഒറ്റയ്ക്കാണെന്ന് തോന്നിയാൽ തന്നെയും നമ്മൾ പറയണം, എല്ലാം ഞാൻ ഒറ്റയ്ക്കല്ല, യേശു എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ സാത്താന്യ ശക്തികൾ ഓടിപ്പോകാനിടയായിത്തീരും. നമ്മെ നിരാശപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഭാരപ്പെടുത്തുന്ന അന്ധകാര ശക്തികളുണ്ടല്ലോ, അവയെ കർത്താവ് ശാസിച്ചകറ്റി നമുക്ക് വിടുതൽ തരും. യേശുവിനോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അങ്ങനെ നമ്മുടെ ഭാരമെല്ലാം യേശുവിൻ്റെ മേൽ വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങാതെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ്. അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലാണ് കേട്ടോ, 14-27, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ സമാധാനം നമുക്ക് തന്നിരിക്കുകയാണ്. ഇനി കർത്താവ് പറഞ്ഞെന്താ പറയുക, മത്തായിയുടെ സുവിശേഷം എടുത്തിട്ട് 5:9 വായിക്കുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് അല്ലേ. അപ്പോൾ സമാധാനം ഉണ്ടാക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം പറയട്ടെ, നമ്മുടെ വീട്ടിൽ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കട്ടെ. സന്തോഷവും സമാധാനവും ദീർഘക്ഷമയും ദൈവവും പരോപകാരം വിശ്വസ്തയും സൗമ്യതയും ഇന്ദ്രിയജയമുള്ളവരായി ദൈവകൃപയിലായിരിക്കാൻ, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതെ കർത്താവിൽ വിശ്വാസമുള്ളവരായിരിക്കാനും, കർത്താവിൻ്റെ നിത്യതയിൽ നമ്മൾ എത്തിച്ചേരും. അവൻ വരും, നമ്മളെ ചേർക്കും. അന്ന് എൻ്റെ കഷ്ടതയും കണ്ണുനീരും വേദനയെല്ലാം മാറുമെന്നുള്ള വിശ്വാസത്തോടും കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കർത്താവ് നമ്മളെ സഹായിക്കും. ഈ വചനം നമുക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാൻ പരിശുദ്ധ പിതാവേ, വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തിയാലും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.